Hi friends, in this lecture we will discuss about the moment of inertia tensor, and particularly we discuss about discrete mass distribution. Okay, we will deal the equations of moment of inertia tensor with the discrete mass distribution, how to construct the tensor, then how to solve the problems, and how equations modify if the mass distribution is discrete. Okay, so initially we are considering a system which is having n individual point masses. I am considering a coordinate system x, y, z like this, and the system containing n masses, n number, we don't know, large number of masses. I am taking a particular mass here which is mi, ith mass, whose coordinates are nothing but xi, yi, zi. It is the coordinate of ith particle. Okay. Similarly, we have another particle. So this is another particle called jth particle. Then the coordinate will be xj, yj, zj. And similarly, we have n number of such a particle. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ കണ്ടുപിടിക്കാൻ നേരത്ത് ഓരോ മാസിന്റെയും കോൺട്രിബ്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് ഓരോ ടേമും നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ടേമും കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ ഓരോ സിസ്റ്റത്തിലുള്ള എല്ലാ മാസിനെയും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. സോ വി സം ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ ടു ബിൽഡ് ദ ടോട്ടൽ ടെൻസർ. ഓരോ ടേം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം. അപ്പോൾ രണ്ട് വഴികളുണ്ട് നമുക്ക് ഒരു സിസ്റ്റത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ. കണ്ടിന്യൂസ് സിസ്റ്റം ആണെങ്കിൽ ഇന്റഗ്രേഷൻ മെത്തേഡ് നമ്മൾ എടുക്കും. ഡിസ്ക്രീറ്റ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന മെത്തേഡാണ് ദിസ്. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്കത് ഇവിടെ എങ്ങനെ എടുക്കാൻ നോക്കാം. ഓരോ ടേമായിട്ട് നമുക്ക് എടുക്കാം. കമ്പോണന്റ് വൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. വി ഹാവ് കമ്പോണൻസ് ഡയഗണൽ ആൻഡ് ഓഫ് ഡയഗണൽ. ആദ്യം നമുക്ക് ഡയഗണൽ കമ്പോണൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആദ്യമായിട്ട് IXX. ഈ ഡയഗണൽ കമ്പോണൻസ് എന്താ തരുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു. ഡയഗണൽ കമ്പോണൻസ് ആയിട്ടുള്ള IXX, IYY, IZZ. These terms will gives how the mass is distributed from the particular axis. ഈ IXX കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ് ആക്സിസിൽ നിന്നും എത്രമാത്രം അകലെയാണ് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഓക്കെ, ആ IXX കണ്ടുപിടിക്കാൻ ഇവിടെ ശ്രദ്ധിക്കുക. മാസ്, ഒരു പർട്ടിക്കുലർ മാസ് എടുക്കുക, അതിന്റെ y കോർഡിനേറ്റ് സ്ക്വയർ പ്ലസ് ഇസഡ് കോർഡിനേറ്റ് സ്ക്വയർ എടുക്കണം. കാര്യം എക്സ് ആക്സിസിൽ നിന്നുള്ള ദൂരമല്ലേ. അപ്പൊ ഈ പാർട്ടിക്കിളിന്റെ എക്സ് ആക്സിസിൽ നിന്നുള്ള ദൂരം എന്ന് പറയുമ്പോൾ ഒന്ന് ഇത് അല്ലെ, ഇതിപ്പോ 3 ഡയമെൻഷണൽ പാർട്ടിക്കിൾ ആണെങ്കിൽ മറ്റൊന്ന് ഇങ്ങനെ വരും. അപ്പോ ഇതാണ് ആ പാർട്ടിക്കിളിലേക്കുള്ള പൊസിഷൻ വെക്ടർ. അപ്പൊ അതിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഏതൊക്കെയായിരിക്കും? വൈയും ഇസഡും കമ്പോണന്റുകളായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അതായത് ഇത്രയും മനസ്സിലാക്കുക, എക്സ് ആക്സിസിന്റെ പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണുമ്പോൾ MI ഇൻറ്റു വൈയും ഇസഡും ഉപയോഗിക്കുക. സിമിലർലി YY എടുക്കുമ്പോഴോ, YY എടുക്കുമ്പോൾ YY ആണ് ഞാൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ MI ഇൻറ്റു സമ്മേഷൻ ഓഫ് ഓൾ മാസസ് Y ആണ് അല്ലെ. അപ്പൊ അവിടെ ZI സ്ക്വയർ പ്ലസ് XI സ്ക്വയർ. ഇവിടെ ഇല്ലാത്ത ടേമുകളെ ഉപയോഗിക്കുക. കണ്ടോ? അടുത്ത ZZ ആണെങ്കിലോ അവിടെ ഇല്ലാത്ത ഏതാണ്? എക്സും വൈയും അല്ലെ. ZZ ആകുമ്പോൾ അവിടെ അതർ ടേംസ് എന്ന് പറഞ്ഞാൽ എക്സും വൈ ആണ്. അപ്പൊ MI ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കണ്ടോ? അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയഗണൽ ടേംസ് കിട്ടും. ഓക്കെ, ഡയഗണൽ ടേംസ് കണ്ടുപിടിക്കാൻ ഓരോ മാസിനെയും, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സമ്മേഷൻ, ഓരോ മാസിന്റെയും കറസ്പോണ്ടിങ് ആക്സിസിൽ നിന്നുള്ള ദൂരം കൊണ്ട്, ദൂരത്തിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദൂരമല്ല, ദൂരത്തിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഓഫ് ഡയഗണൽ ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം.
ഓഫ് ഡയഗണൽ ടേംസ് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഐ എക്സ് ഇസഡ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഐ എക്സ് ഇസഡ് നമ്മൾ എടുക്കുമ്പോൾ സമ്മേഷൻ ഐ എം ഐ എക്സ് ഇസഡ് എക്സ് ഐ ഇസഡ്, അതായത് ഏതൊക്കെയാണോ ടേം ആ ടേമുകൾ മാത്രം തന്നെ നമ്മൾക്ക് അവിടെ എടുത്താൽ മതിയായിരിക്കും. കണ്ടോ, നമ്മൾ ആ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ പർട്ടിക്കുലർ ടേം എന്ന് പറയുന്നത് എന്താണ്, ഐ എക്സ് വൈ ആണ്. അപ്പൊ ആ ഐ എക്സ് വൈ കാണാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, എം ഐ ഏതൊക്കെ ടേം ആണ് അവിടെ ഉള്ളത്, വൈ ഐ എക്സ് ഐ. അതുപോലെ ഐ എക്സ് സെഡ് കാണാൻ എന്തായിരിക്കും, സമ്മേഷൻ എം ഐ എക്സ് ഐ ഇസഡ് ഐ. അതായത് ഓഫ് ഡയഗണൽ ടേംസ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടേംസ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ടേംസ് ഏതാണോ അതിന് വേണം നമ്മൾ സമ്മേഷനകത്ത് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഞാൻ നെഗറ്റീവ് എലിമിനേറ്റ് ചെയ്ത് എഴുതി, നെഗറ്റീവ് ഇട്ടും എഴുതാം. ഓക്കെ, നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തതിൽ എല്ലാത്തിലും നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് കാണുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഡയഗണൽ ടേംസ് കാണാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളോടെ എക്സ് എക്സ് ആണ് കാണുന്നതെങ്കിൽ സമ്മേഷൻ ഐ ഓരോ മാസിനെയും, ഇവിടെ എക്സ് ആണെങ്കിൽ വൈ ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ, അതായത് അവിടെ ഇല്ലാത്ത ടേം ഏതാണോ അതിന്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്ത് എഴുതുക. ഇനി ഓഫ് ഡയഗണൽ ടേം ആണ്, ലൈക്ക് വൈ ഇസഡ് ഇങ്ങനെ ഒരു ടേം ആണ് വരുന്നതെങ്കിൽ സമ്മേഷൻ ഐ എം ഐ വൈ ഐ ഇസഡ് ഐ, ആ ടേമുകളെ കൺസിഡർ ചെയ്യാം. ഓക്കെ, വൺസ് ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഡയഗണൽ ടേംസും ഓഫ് ഡയഗണൽ ടേംസും എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ സിംപ്ലി അവിടേക്ക് എന്ത് ചെയ്യുക, ഈ മെട്രിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സിമെട്രി റൂൾസ് ആണ്. നമുക്ക് ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ അതിന്റെ മൊത്തം മെട്രിക്സ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എളുപ്പ പരിപാടികളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഓഫ് ഡയഗണൽ എലമെന്റ്സ് വിൽ വാനിഷ് ഇഫ് ദർ ഈസ് സിമെട്രി. ഒരു സിസ്റ്റത്തിന് സിമെട്രി ഉണ്ടെങ്കിൽ, അതായത് ആക്സിസിന് സിമെട്രി ഉണ്ടെങ്കിൽ ഓഫ് ഡയഗണൽ എലമെന്റ്സ് വാനിഷ് ആവും, സീറോ ആയി പോകും. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് എക്സ് ആക്സിസിലാണ് സിമെട്രി ഉണ്ടെന്ന് വിചാരിക്കുക, സിമെട്രിക് അബൌട്ട് എക്സ് ആണെങ്കിൽ ഓൾ ഓഫ് ഡയഗണൽ ടേംസ് ഇൻവോൾവിംഗ് എക്സ് വിൽ വാനിഷ്. അതായത് നമ്മുടെ ഐ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എഴുതുമ്പോൾ ഐ എക്സ് എക്സ്, ഐ എക്സ് വൈ, ഐ എക്സ് സെഡ് കാണില്ല, ഇവിടെ വൈ എക്സ് കാണില്ല, ഇതും കാണില്ല. എന്ത് മാത്രമേ കാണുള്ളൂ, വൈ വൈ ഇങ്ങനെയുള്ള ടേംസ് മാത്രമേ കാണുള്ളൂ. അതായത് എക്സിന്റെ കംപ്ലീറ്റ് ടേമും എന്തായിട്ട് പോവും, വാനിഷ് ആയിട്ട് പോവും. അപ്പൊ നമ്മൾ പറയും സിസ്റ്റം എക്സിന് സിമെട്രിക് ആണെങ്കിൽ അതിനൊരു സിമെട്രിക് ആക്സിസ് അബൌട്ട് എക്സ് എന്ന് നമ്മൾ പറയും. കാര്യം എല്ലാ ഓഫ് ഡയഗണൽ എലമെന്റും സീറോ ആണ്. അതുപോലെ തന്നെ ഇഫ് ദ കോൺഫിഗറേഷൻ ഈസ് സിമെട്രിക് അബൌട്ട് വൈ, വൈക്ക് സിമെട്രിക് ആണെങ്കിൽ വൈ വരുന്ന കംപ്ലീറ്റ് ടേംസും ക്യാൻസൽ ആവും. ഐ വൈ വൈ ഒഴികെ വൈയുടെ പ്രോഡക്റ്റ് ടേംസ് എല്ലാം ക്യാൻസൽ ആയി പോകും. പ്രോഡക്റ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതും ഇവിടെ വരുന്നതുമായിട്ടുള്ള എല്ലാം, ഇവിടെ ഒന്നും കാണൂല, ഇവിടെ ഒന്നും കാണൂല. ഓക്കെ, അതുപോലെ തന്നെ വിച്ച് ഇസ് സിമെട്രിക് അബൌട്ട് ഇസഡ് ആണെങ്കിലോ ഐ ഇസഡ് ഇസഡ് മാത്രം അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇസഡിന്റെ പ്രോഡക്റ്റ് ടേംസ് വരുന്നത് ഇവിടേക്കല്ലേ, ഇത്രയും ടേമിലും വരുന്നത് ഇവിടെയും വരും, അവരെല്ലാം എന്തായി പോകും, വാനിഷ് ആയി പോകും. ഓക്കെ, അപ്പോ ഏതെങ്കിലും ഒരു ആക്സിസിന് സിമെട്രി ഉണ്ടെങ്കിൽ ആ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള ടേംസ് എല്ലാം എന്തായി പോവും, വാനിഷ് ആയി പോവും. ഓൺലി ദ ഡയഗണൽ ടേംസ് വിൽ എക്സിസ്റ്റ്, പ്രോഡക്റ്റ് ടേംസ് എല്ലാം വാനിഷ് ആയി പോവും. ഓക്കെ, കാരണം എന്താണ്, ഇപ്പൊ ഒരു എക്സാമ്പിള്, ഇപ്പൊ ഇവിടെ ഞാനൊരു മാസം വെച്ചു, ഇവിടെ ഞാനൊരു മാസം വെച്ചു എബൌട്ട് ഒറിജിൻ. ഇങ്ങോട്ടൊരു മാസത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇങ്ങോട്ടൊരു മൊമെന്റ് ഇവിടെ ഉണ്ട്. കാര്യം പ്രോഡക്റ്റ് ടേം അല്ലേ, അപ്പൊ പ്രോഡക്റ്റ് ടേമിന് കറസ്പോണ്ടിങ് മൊമെന്റ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അത് ക്യാൻസൽ ആയി പോകുന്നതാണ്. ഓക്കെ, ഇനി നോക്കാം, എല്ലാ ആക്സിസിലും സിമെട്രി ഉണ്ട്. അതായത് ക്യൂബ്, സ്ക്വയേഴ്സ്, റോഡ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എല്ലാ ആക്സിസുകളിലും സിമെട്രി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള കേസിൽ ഇതെല്ലാ ടേംസും സീറോ ആയിട്ട് പോവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. അവിടെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ.
യവന്മാര് മാത്രമേ കാണുള്ളൂ. ബാക്കി എക്സിന്റെ ടേംസും വാനിഷ് ചെയ്യും, വൈയുടെ ടേംസും വാനിഷ് ചെയ്യും, ഇസഡിന്റെ ടേമും വാനിഷ് ചെയ്യും. ഇത് മാത്രം ഉണ്ടാവും. ഓക്കെ. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ അതിന് സിമെട്രിക് ആയിട്ടുള്ള ഒരു ആക്സസ് എടുക്കുന്നതാണ് എളുപ്പം. കാരണം എന്താ, ബാക്കി ഓഫ് ഡയഗണൽ എലമെന്റ്സിനെ നമുക്ക് 0 ആക്കാം. ആ ഒരു ഐഡിയയും കൂടെ മൈൻഡിൽ വേണം. ഇവിടെ കണ്ടു, സിസ്റ്റത്തിന് സിമെട്രി ഉണ്ടെങ്കിൽ ഓഫ് ഡയഗണൽ എലമെന്റ്സ് 0 ആയിപ്പോ. അപ്പോ ഒരു പ്രോബ്ലം നമുക്ക് തരുമ്പോ ഓഫ് ഡയഗണൽ എലമെന്റ്സ് കണ്ടുപിടിക്കാണ്ടിരിക്കാൻ എളുപ്പ വഴി എന്താ, സിമെട്രിക് ആക്സസിനെ നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ സിമെട്രി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഡിസ്റ്റൻസ് സ്ക്വയർ ഇന്റർപ്രിട്ടേഷൻ. അതായത് ഇത്രേ പറയുന്നുള്ളൂ, നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. ഇപ്പൊ ഒരു ആർബിട്രറി സിസ്റ്റമാണ്. ഇതിന്റെ എക്സ്, വൈ, ഇസഡ് ആക്സിസുകളാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുകയാണ്, എനിക്കിതാ ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം, ഒരു റാൻഡം ആക്സിസ്. ഓക്കെ. ആ റാൻഡം ആക്സിസ് വഴി മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിന്റെ യൂണിറ്റ് വെക്ടർ എടുക്കുക. ഇപ്പൊ n ആണ് അതിന്റെ ആക്സിസ് എങ്കിൽ, ആ വെക്ടർ എങ്കിൽ, ആ ഡയറക്ഷനിലേക്കുള്ള വെക്ടർ എങ്കിൽ, ആ ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക, n ക്യാപ്. ദെൻ moment of inertia about that direction is equal to, for any axis, moment of inertia along that axis will be summation എല്ലാ മാസുകളെയും ഈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ കൊണ്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ഓൾ ദ മാസസ് ഫ്രം ദാറ്റ് ആക്സിസ്. അതായത് mr² തന്നെയാണ്, പക്ഷെ ആ ആക്സിസിലേക്കുള്ള ദൂരത്തിന്റെ സ്ക്വയർ കൊണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ആർബിട്രറി ഡയറക്ഷനിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. അതിന് മെട്രിക്സ് വഴിയുള്ളൊരു മെത്തേഡാണിത്. ഏത് ആക്സിസ് ആണോ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ടത്, ആ ആക്സിസിന്റെ പൊസിഷൻ വെക്ടർ, യൂണിറ്റ് വെക്ടർ എടുക്കുക. ദെൻ യൂസ് ദിസ് ഇക്വേഷൻ, മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ പർട്ടിക്കുലർ ആക്സിസ് ഈക്വൽ ടു ആ ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടറിന്റെ ട്രാൻസ്പോസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ആ ആക്സിസിലേക്കുള്ള യൂണിറ്റ് വെക്ടർ. ഇവരുടെ എല്ലാം ഡോട്ട് പ്രോഡക്റ്റ് ആയിരിക്കും. ആദ്യം ഈ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം മെട്രിസസ് ആണ്. സോ നമ്മൾ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാന്ന്. ഓക്കെ. നൗ പ്രിൻസിപ്പൽ ആക്സിസും ഐഗൻ വാല്യൂ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ എന്ന് പറയുന്ന ഒരു സിമെട്രിക് ടെൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഐഗൻ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആ ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും പ്രിൻസിപ്പൽ ആക്സിസ്. അതായത് ഇതിനെ ഡയഗണലൈസ് ചെയ്ത് ഐഗൻ വെക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമല്ലോ, ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും പ്രിൻസിപ്പൽ ആക്സിസ്. എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ആക്സിസ് വഴി നമുക്ക് സ്മൂത്ത് ആയിട്ട് ബോഡിയെ റൊട്ടേറ്റ് ചെയ്യാം. ആ ആക്സിസ് വഴി ബോഡിയെ റൊട്ടേറ്റ് ചെയ്താൽ മറ്റൊരു ആക്സിസിൽ കമ്പോണന്റുകളൊന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ മൊമെന്റുകളായിരിക്കും. പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ഐഗൻ വാല്യൂസ്. ഇനി നമുക്ക് നോക്കാം. സോ ഐ പ്രിൻസിപ്പിൾ ഈസ് ദ ഡയഗണൽ വാല്യൂസ് ഓഫ് ദ ഡയഗണലൈസ്ഡ് മെട്രിക്സ്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഇതാണ്. ഒരു പ്ലെയിനാർ ബോഡിയുടെ ഏതെങ്കിലും ഒരു ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ സെന്റർ ഓഫ് മാസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുക. എന്നിട്ട് ടോട്ടൽ മാസിനെ, ബോഡിയുടെ മൊത്തം മാസിനെ ഇവർ തമ്മിലുള്ള ദൂരം അതിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, m×d², എന്നിട്ട് തമ്മിൽ ആഡ് ചെയ്യുക. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സം ആർബിട്രറി ആക്സിസ്. ഇത് IO ആണെങ്കിൽ, ഇത് ICM മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് സെന്റർ ഓഫ് മാസ് ആണെങ്കിൽ, ഇതാണ് പാരലൽ ആക്സിസ് തിയറം. അത് കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അതിനെ മെട്രിക്സ് ഫോമിലേക്ക് നമുക്ക് മാറ്റണം. ഇപ്പോ നമ്മുടെ ഒറിജിൻ സെന്റർ ഓഫ് മാസിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഒറിജിനെ ഷിഫ്റ്റ് ചെയ്തു, അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ട വേറൊരു ആക്സിസ് ആണെന്ന് വിചാരിക്കുക. ദെൻ നമ്മളിപ്പോൾ ഒറിജിൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേറ്റുകളെല്ലാം ചേഞ്ച് ചെയ്യും. ആ കോർഡിനേറ്റ് മാറുന്നത് ഈ രീതിയിലായിരിക്കും. ദെൻ നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ആർബിട്രറി ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, വേറൊരു ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് I0.
അത് കാണാൻ സെന്റർ ഓഫ് മാസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയോടൊപ്പം എം ബോഡിയുടെ മൊത്തം മാസ്, അതിനെ ഇവിടെ ഡി സ്ക്വയർ എന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതി, ഇവിടെ പറ്റത്തില്ല. ഡി സ്ക്വയർ ബിക്കോസ് ഇറ്റ് ഈസ് എ ടെൻസർ റൈറ്റ്, ഇൻറ്റു ഐഡന്റിറ്റി ടെൻസർ മൈനസ് ഡി ഡി ട്രാൻസ്പോസ്. ഡി എന്ന് പറയുന്നത് ഡിസ്പൊസിഷൻ വെക്ടർ, എത്രമാത്രമാണോ ഷിഫ്റ്റ് ചെയ്തത്, ഷിഫ്റ്റ് വെക്ടർ ആണ് ഡി. ഓക്കെ, അപ്പോൾ ഈ ഐഡന്റിറ്റി വേണം അവിടെ ഉപയോഗിക്കേണ്ടത്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് ടു ദി ന്യൂ ഒറിജിൻ. സെന്റർ ഓഫ് മാസും പുതിയ ഒറിജിനും തമ്മിലുള്ള ഈ ഷിഫ്റ്റ് വെക്ടർ, ആ ഡിസ്റ്റൻസ് വെക്ടർ ആണ് എന്ത്, ഡി. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഓർമ്മിക്കുക, ICM പ്ലസ് എം ഇൻറ്റു ഡി സ്ക്വയർ 1. ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഈ 1 എന്ന് പറയുന്നത്, ഡി ഡി ട്രാൻസ്പോസ്. ഓക്കെ, നമ്മൾ ഇതിന്റെ പ്രോബ്ലം ചെയ്യും. നെക്സ്റ്റ്, സ്കെയിലാർ ഫോമിലാണെങ്കിൽ നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഇക്വേഷൻ ICM പ്ലസ് എം ഡി സ്ക്വയർ ഉപയോഗിച്ചാൽ മതി. ഇനി ഒരു ടെൻസറിനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അതായത് ആക്സിസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ഉപയോഗിച്ചിട്ട് അതിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ ടെൻസറിനെ മറ്റൊരു ബേസിസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് RI ട്രാൻസ്പോസ്, അതായത് പുതിയ കോർഡിനേറ്റുകളിൽ നമുക്കിത് കിട്ടും. ഓക്കെ, ജസ്റ്റ് മെട്രിക്സ് ഓപ്പറേഷൻ. സോ ദിസ് ഓപ്പറേഷൻ യൂസ്ഡ് ടു ഫൈൻഡ് ദ ടെൻസർ ഇൻ ന്യൂ ബേസിസ്. ഇനി നോക്കുക, ആംഗുലർ മൊമെന്റം ടെൻസർ ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാം ആംഗുലർ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R ക്രോസ് P ആണ്. P എന്ന് പറഞ്ഞാൽ MV ആണ്. MV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, R ക്രോസ് M ഒമേഗ ക്രോസ് R ആണ്, അല്ലേ? സോ എമ്മിനെ നമുക്ക് വെളിയിലോട്ട് കൊണ്ടുവരാം. ബാക്കി R ക്രോസ് ഒമേഗ ക്രോസ് R ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ പുതിയ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും വരിക. ഇത് ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ കേസിലാണ് നമ്മൾ എഴുതിയത്. പക്ഷെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു ടെൻസർ ആണ്. നമ്മളൊരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിനെ ഡീൽ ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരുടെയും ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കുക, ഓരോ മോസിന്റെയും ആംഗുലർ മൊമെന്റം കണ്ടുപിടിച്ചിട്ട് അതിലെല്ലാം കൂടെ സം ചെയ്യുക. അപ്പോഴാണ് ടോട്ടൽ ആംഗുലർ മൊമെന്റ് ആവുന്നത്. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻസർ ഫോമിൽ ഇക്വേഷൻ കിട്ടും. L വെക്ടർ ഇസ് ഈക്വൽ ടു ടെൻസർ I ഇൻറ്റു ഒമേഗ എന്ന് കിട്ടും. വി ആർ സ്കിപ്പിംഗ് ദാറ്റ് പ്രൂഫ്. ഇതിൽ നിന്നാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു ടെൻസർ ആണെന്ന് പറയുന്നതിലേക്കൊക്കെ എത്തിച്ചേർന്നത്, അല്ലേ? ഓക്കെ, ദെൻ ഇതാണ് ടെൻസർ ഇക്വേഷൻ. L is equal to I ടെൻസർ ഒമേഗ വെക്ടർ. അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ T equal to half I ഒമേഗ സ്ക്വയർ ആണ് സാധാരണ നമ്മൾ എഴുതുന്നത്. അതേസമയം ഇതൊരു ടെൻസർ ആയതുകൊണ്ട് ഒമേഗ ഹാഫ് ഒമേഗ ഒരു വെക്ടർ ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നത് അതിന്റെ ട്രാൻസ്പോസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ഒമേഗ വെക്ടർ, ഇതിന്റെ പ്രോഡക്റ്റ്. ആദ്യം ഈ പ്രോഡക്റ്റ് എടുക്കുക, അതിനോടൊപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, ഈ പ്രോഡക്റ്റ് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, കൈനറ്റിക് എനർജി കിട്ടും. അതേസമയം ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ഡയഗണൽ ആണെങ്കിൽ സിമ്പിൾ ആണ്. അത് ഡയഗണൽ ആണെങ്കിൽ നമ്മൾ നേരത്തെ എഴുതിയ I ഒമേഗ എന്ന് പറയുന്ന റിലേഷൻ സിമ്പിൾ ആവും. ആക്ച്വലി ഇതെങ്ങനെ നമുക്ക് എഴുതാം, I XX I XY I XZ I YX I YY I YZ I ZX I ZY I ZZ ഇങ്ങനെയല്ലേ? ഇൻറ്റു ഒമേഗ വെക്ടർ ആണ്. സോ ഒമേഗ എക്സ് ഒമേഗ വൈ ഒമേഗ ഇസഡ് ഇങ്ങനെയാണ് എഴുതുന്നത്. ദിസ് ഈസ് നത്തിങ് ബട്ട് LX LY LZ. ഇതാണ് ആ ടേം. അതേസമയം ഈ ഓഫ് ഡയഗണൽ ടേംസ് എല്ലാം വാനിഷ് ആയി പോയി കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. LX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, LX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IXX ഒമേഗ എക്സ് പ്രിൻസിപ്പൽ മൊമെന്റ് ഇൻറ്റു ഒമേഗ എക്സ്. LY എന്തായിരിക്കും, IYY ഇൻറ്റു ഒമേഗ വൈ. LZ എന്തായിരിക്കും, IZZ ഇൻറ്റു ഒമേഗ IZZ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കൈനറ്റിക് എനർജിയുടെ ടേമും പ്രിൻസിപ്പൽ മൊമെന്റുകളെ മാത്രം, അതായത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ പ്രിൻസിപ്പൽ മൊമെന്റ് ആണ് I1 I2 I3 അങ്ങനെയാണെങ്കിൽ ഉള്ള കേസാണ് എഴുതിയിരിക്കുന്നത്. ഈ I1 എന്ന് പറഞ്ഞാൽ IXX IYY IZZ. ഈ ഇക്വേഷൻ ഈ രീതിയിൽ എഴുതിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് കൈനറ്റിക് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. സോ
ഇത്രയേ ഉള്ളൂ ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഒന്ന്, നമുക്കൊരു പ്രോബ്ലം തന്നിക്കുമ്പോൾ ഓരോ കോർഡിനേറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതിന്റെ മാസിന്റെ കോർഡിനേറ്റുകൾ കൃത്യം എഴുതുക. ഐഡന്റിഫൈ ദ കോർഡിനേറ്റ്സ് ഓഫ് ഈച്ച് മാസ്. എന്നിട്ട് ടെൻസറിന്റെ കമ്പോണന്റുകൾ ഡെവലപ്പ് ചെയ്യുക. ഐ എക്സ് എക്സ്, ഐ എക്സ് വൈ, ഇനിയിപ്പോ ഓഫ് ഡയഗണൽ കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതിനെല്ലാ ഇക്വേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ. ആ ഇക്വേഷൻസ് വെച്ച് ഇത് ഡെവലപ്പ് ചെയ്യുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, മാസ് എല്ലാ മാസുകളെയും നമ്മൾ എടുക്കണം. ഒരാളെ എടുത്തിട്ട് അങ്ങ് പോകരുത്. സം കോൺട്രിബ്യൂഷൻസ് ക്ലിയർലി, എല്ലാ മാസിന്റെ കോൺട്രിബ്യൂഷനും എടുക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, സിമെട്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫ് ഡയഗണൽ എലമെന്റ് കാണാൻ പോണ്ട. അപ്പോ യൂസ് സിമെട്രി ടു ക്യാൻസൽ ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, സിമെട്രി ഉണ്ടാകുന്ന ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓഫ് ഡയഗണൽ എലമെന്റ്സ് ക്യാൻസൽ ചെയ്യാം. അത് ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇഫ് ദർ ഇസ് സിമെട്രി ഓഫ് ഡയഗണൽ എലമെന്റ്സ് വിൽ ബി 0. ഇനി ഒറിജിൻ വല്ലതും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ പാരലാക്സിസ് തിയറം യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോ റൊട്ടേഷൻ ആണ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത്രയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലം ആണ്. നോക്കുക, 4 ഐഡന്റിക്കൽ മാസ് m placed on the corners of a square with a side of length 2a. അതായത് ഒരു സ്ക്വയർ, അതിന്റെ ലെങ്തിന്റെ സൈഡ് 2a ആണ്. അതിന്റെ എല്ലാ കോർണറുകളിലും മാസ് m വച്ചിട്ടുണ്ട്. ഇതാണ് പറയുന്നത്. അവിടെ പറയുന്നു, ദ കോർഡിനേറ്റ്സ് ആർ a0, a-a0, a-a0 ഇവിടെ അല്ലേ, a-a0, -a plus a0, -a-a0. അതായത് ഇവിടെ ആയിരിക്കും അപ്പൊ അതിന്റെ ഒറിജിൻ വരിക. ഓക്കെ, എന്നിട്ടാണ് ആ കോർഡിനേറ്റുകളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ. ഈ ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, എല്ലാത്തിന്റെയും ഇസഡ് കമ്പോണന്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എളുപ്പമാണ്. ഓഫ് ഡയഗണൽ ടേംസ് കണ്ടെയ്നിങ് ദ ഇസഡ് വിൽ ബി 0. ഇസഡ് ഉള്ള ഓഫ് ഡയഗണൽ ടേംസ് എല്ലാം 0 ആയി പോകും. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരാം. ആദ്യം നമ്മൾ കോർഡിനേറ്റുകൾ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ഐ എക്സ് എക്സ് കണ്ടുപിടിക്കുക. ഐ എക്സ് എക്സിന്റെ ഇക്വേഷൻ എന്താ? സമ്മേഷൻ ഐ എം ഐ എക്സ് വന്നു കഴിഞ്ഞാൽ വൈ ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ. ഇസഡ് ടേംസ് എല്ലാം 0 ആണ്. അതുകൊണ്ട് എം ഐ വൈ ഐ സ്ക്വയർ. എല്ലാ മാസിന്റെയും വൈ കമ്പോണന്റിന്റെ സ്ക്വയർ എടുക്കണം. ആദ്യം ഈ മാസ് എടുക്കാം, എം, അത് എ ആണ്, എ സ്ക്വയർ പ്ലസ് അടുത്തത് ഈ മാസ് എടുക്കാം, അതിന്റെ മാസ് എം, വൈ കമ്പോണന്റ് പ്ലസ് എ ആണ്, എ സ്ക്വയർ. അത് അടുത്ത ഇത് എടുക്കാം, അതിന്റെ വൈ കമ്പോണന്റ് മൈനസ് എ ആണ്, മൈനസ് എ സ്ക്വയർ പ്ലസ് എം. അടുത്തത് ഈ മാസ് എടുക്കാം, അതിന്റെ വൈ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ മൈനസ് എ ആണ്, അതിന്റെ സ്ക്വയർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4ma സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഐ എക്സ് എക്സ്. ഇതുപോലെ ഐ വൈ വൈ ഈക്വൽ ടു സമ്മേഷൻ ഐ എം ഐ വൈ ആണെങ്കിൽ എക്സ് ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ഓരോ മാസിന്റെയും ഇസഡ് ഐ എല്ലാത്തിലും 0 ആയതുകൊണ്ട് ഓരോ മാസിന്റെയും എക്സ് കമ്പോണന്റിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എം ഇൻറ്റു ആദ്യത്തെ എക്സ് സ്ക്വയർ പ്ലസ് അടുത്തതിൻ്റെ പ്ലസ് അടുത്തതിന്റെ എക്സ് കമ്പോണന്റ് ഇതാണ് എ മൈനസ് എ. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് എ വരും. അടുത്തതിന്റെ എ ആണ്. സോ അത് നിങ്ങൾക്ക് എന്ത് കിട്ടി? 4ma സ്ക്വയർ എന്ന് കിട്ടി അല്ലെ. ഇനി ഐ ഇസഡ് ഇസഡ് നോക്കുക. ഐ ഇസഡ് എന്ന് പറയുമ്പോൾ എം ഐ
ഇസഡ് വരുമ്പോൾ എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ മാസ് അതിന്റെ കോർഡിനേറ്റ് എന്തൊക്കെയായിരുന്നു? എ ആണ്. എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ മാസിന്റെ കോർഡിനേറ്റ് എന്താണ്? എ മൈനസ് എ. എ സ്ക്വയർ പ്ലസ് മൈനസ് എ സ്ക്വയർ. മൂന്നാമത്തെ മാസിന്റെ കോർഡിനേറ്റ് എന്തായിരുന്നു? എം ഇൻറ്റു മൈനസ് എ മൈനസ് എ, മൈനസ് എ സ്ക്വയർ പ്ലസ് മൈനസ് എ സ്ക്വയർ. അടുത്ത എന്തായിരുന്നു? എ മൈനസ് എ അല്ലേ? അല്ല, മൈനസ് എ, മൈനസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എം ഇൻറ്റു 8a സ്ക്വയർ എന്ന് വരും. അതായത് 8ma സ്ക്വയർ എന്ന് വരും. അപ്പോ ഐ എക്സ് എക്സ്, ഐ എക്സ് വൈ, ഐ എക്സ് സെഡ് ഇതെല്ലാം നമ്മൾ കണ്ടു. ഇനി ഞാൻ ഐ എക്സ് വൈ കാണുകയാണ്. ഇവിടെ ഒരു എളുപ്പമുണ്ട്. നമ്മുടെ സിസ്റ്റത്തിന് സിമെട്രി ഉണ്ട് അല്ലെ? എബൌട്ട് ഒറിജിൻ സിമെട്രി ഉണ്ട്. അതായത് ഇസഡ് ആക്സിസിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഇസഡ് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ കമ്പോണന്റുകളും 0 ആയിരിക്കും. കൂടാണ്ട് ഈ സിസ്റ്റത്തിന് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് സിമെട്രി ഉള്ളതുകൊണ്ട് മാസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ നോക്കുക. ഈ ആക്സിസിന് ഇവിടെ ബേസ് ചെയ്തിട്ടും സിമെട്രി ഉണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ടും സിമെട്രി ഉണ്ട്. അതായത് എക്സ് ആക്സിസിനെ ബേസ് ചെയ്തും വൈ ആക്സിസിനെ ബേസ് ചെയ്തും സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഓഫ് ഡയഗണൽ ടേംസ് ആർ 0. എല്ലാ ഓഫ് ഡയഗണൽ ടേംസും 0 ആയിരിക്കും. നമുക്ക് ഒരെണ്ണം ചെക്ക് ചെയ്യാം. ഐ എക്സ് വൈ ചെക്ക് ചെയ്യാം, വിച്ച് ഈസ് സമ്മേഷൻ ഐ എം ഐ എക്സ് ഐ വൈ ഐ അല്ലേ? ആദ്യത്തെ നോക്കാം. ഇവിടെ എം, അവിടുത്തെ എക്സ് എന്താണ്? എ, വൈ എന്താണ്? എ പ്ലസ്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എ, വൈ എന്ന് പറഞ്ഞാൽ പ്ലസ് എ. അപ്പൊ എം ഇൻറ്റു മൈനസ് എ ഇൻറ്റു പ്ലസ് എ. അടുത്തത് ഇവിടെ രണ്ടും നെഗറ്റീവ് ആണ്. പ്ലസ് എം ഇൻറ്റു മൈനസ് എ ഇൻറ്റു മൈനസ് എ പ്ലസ് ഇവിടെ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. അപ്പൊ എം ഇൻറ്റു എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ടേം നെഗറ്റീവ്, ഈ ടേം പോസിറ്റീവ്, ഈ ടേം നെഗറ്റീവ്. അപ്പോൾ അത് എല്ലാം കൂടെ എടുക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും, 0 കിട്ടും. അപ്പൊ നമുക്ക് വെറുതെ ചെയ്ത് സമയം കളയണ്ട. സിസ്റ്റത്തിന് എല്ലാ ആക്സിസ് വഴിയും സിമെട്രി ഉള്ളത് കൊണ്ട് തന്നെ അതൊരു പ്ലെയിൻ ബോഡിയാണ്, പ്ലെയിനാർ ബോഡിയാണ്, സ്ക്വയർ ആണ്. സ്ക്വയർ, ക്യൂബ് ഇവർക്കൊക്കെ സിമെട്രി ഉണ്ടാവും എല്ലാ ആക്സിസ് വഴി. മെയിൻ പ്രിൻസിപ്പൽ ആക്സിസ് വഴി എല്ലാം സിമെട്രി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓഫ് ഡയഗണൽ എലമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണ്ട. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ ആൻസർ എന്താണ്? ഐ ഈക്വൽ ടു ഐ എക്സ് എക്സ്, ഐ എക്സ് വൈ, ഐ എക്സ് സെഡ്, ഐ വൈ എക്സ്, ഐ വൈ വൈ, ഐ വൈ സെഡ്, ഐ ഇസഡ് എക്സ്, ഐ ഇസഡ് വൈ, ഐ ഇസഡ് ഇസഡ്. ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഐ എക്സ് എക്സും ഐ വൈ വൈയും നമുക്ക് കിട്ടി 4ma സ്ക്വയർ. ഇവിടെ കിട്ടി ഐ ഇസഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ 8ma സ്ക്വയർ. ബാക്കി ടേംസ് എല്ലാം 0. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഇനി ഇതിന്റെ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്താ? ഇതിന്റെ മീനിങ് എന്താണ്? ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. ഐ എക്സ് എക്സ് ഈക്വൽ ടു ഐ വൈ വൈ ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ ഐ ഇസഡ് ഇസഡ്. ഐ ഇസഡ് ഇസഡ് അല്ലേ വലുത്? ഇതാണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതായത് ഇസഡ് ആക്സിസിൽ കറക്കുമ്പോഴുള്ള റെസിസ്റ്റൻസ് ആണ് കുറച്ച് കൂടുതൽ എക്സിനും വൈയുമ്പോൾ കറക്കുന്നതിനേക്കാളും എന്നാണ് അവിടെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം പറയുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. 3 ഈക്വൽ മാസസ് എം ആർ അറ്റ് ദിസ് പോയിന്റ്. ഇവിടെ എല്ലാം ഈക്വൽ മാസ് എം കൊണ്ട് വച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്ന് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസഡ് കമ്പോണന്റ് ഉള്ളതുകൊണ്ട് എളുപ്പമല്ല, അത് ഈസി അല്ല ഇത് നമുക്ക് എടുക്കാൻ. എന്നാലും നമുക്ക് നോക്കാം. ഇവിടെയാണ് A00, ഇത് y ആക്സിസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് 0A0, ഇവിടെ ആയിരിക്കും
0 0 a. അതായത് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സിസ്റ്റം അല്ലേ? അപ്പോൾ ഈ സിസ്റ്റത്തിന് നിങ്ങൾ ഈ നമുക്ക് കണ്ടുപിടിക്കാം, ഓരോ ടേമും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. I xx equal to summation I mi yi square plus zi square. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ m ഇൻറ്റു ആദ്യത്തെ പോയിന്റ്, അവിടെ വൈയും ഇസഡും 0 ആണ്. രണ്ടാമത്തെ പോയിന്റ് അവിടെ y മാത്രമേ ഉള്ളൂ, a സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ പോയിന്റ് അവിടെ ഇസഡ് മാത്രമേ ഉള്ളൂ, a സ്ക്വയർ. സോ ഐ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ 2m a സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ ഐ വൈ വൈ കണ്ടുപിടിക്കുക. സമ്മേഷൻ ഐ എം ഐ എക്സ് ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ. ഇവിടെ ആദ്യത്തെ ഇതിന്റെ നോക്കുക, അവിടെ എക്സ് ഉണ്ട്. സോ എം ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ 0 ആണ്. പ്ലസ് രണ്ടാമത്തെ പോയിന്റ് നോക്കുക, അവിടെ എക്സും 0 ആണ്, ഇസഡും 0 ആണ്. പ്ലസ് മൂന്നാമത്തെ പോയിന്റ് നോക്കുക, അവിടെ എക്സും വൈയും 0 ആണ്, ഇസഡ് എക്സിസ്റ്റ് ചെയ്യും. സോ എക്സ് 0 ആൻഡ് ഇസഡ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയത് എന്ത് തന്നെയാണ്? 2m a സ്ക്വയർ തന്നെയാണ്. ഇനി ഐ ഇസഡ് ഇസഡ് നമ്മൾ നോക്കിയേ, അവിടെ നോക്കുമ്പോഴും എം ഐ ഇൻറ്റു സമ്മേഷൻ എം ഐ ഇൻറ്റു ഇസഡ് ഇസഡ് ആകുമ്പോൾ എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു എം ഇൻറ്റു ആദ്യത്തെ നോക്കുമ്പോൾ അവിടുത്തെ എക്സും വൈയും 0 ആണ്. സോ 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. രണ്ടാമത്തെ പോയിന്റ് നോക്കുമ്പോൾ എം ഇൻറ്റു രണ്ടാമത്തെ പോയിന്റിലുള്ള മാസ് നോക്കുമ്പോൾ അവിടെ വൈ ഉണ്ട്, എക്സ് 0 ആണ്, 0 സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 3. അടുത്ത നോക്കുക, അവിടെ എക്സും വൈയും 0 ആണ് മൂന്നാമത്തെ പോയിന്റിൽ. അപ്പോൾ 0 സ്ക്വയർ. ഓക്കെ, ആദ്യത്തെ പോയിന്റിൽ എക്സ് 0 അല്ല, അവിടെ 0ക്ക് ഒരു എ കൊടുക്കണേ. സോ എം എ സ്ക്വയർ പ്ലസ് ഇവിടെ നിന്ന് ഒരു എം എ സ്ക്വയർ കിട്ടും, 2m a സ്ക്വയർ എന്നാണ് നമുക്ക് ഇവിടെയും കിട്ടുക. ഓക്കെ, ഇനി ഓഫ് ഡയഗണൽ ടേംസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കുക, a 0 0 0 a 0 0 0 a i x y നമ്മൾ നോക്കുമ്പോൾ m ഇൻറ്റു ഒരു ടേം മാത്രമേ ഇവിടെ നോൺ 0 ആയിട്ടുള്ളൂ, ബാക്കി 2 ടേമുകൾ 0 ആണ് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് ടേമുകൾ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. ഐ എക്സ് വൈ നമ്മൾ എടുക്കുമ്പോൾ എം ഐ എക്സ് ഐ വൈ ഐ എന്നല്ലേ ആണല്ലോ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തെ മാസ് എടുക്കുക, എം ഇൻറ്റു അതിന്റെ എക്സ് ഐ എ ആണ്, വൈ ഐ 0 ആയി പോകും. പ്ലസ് രണ്ടാമത്തെ മാസ് എടുക്കുമ്പോൾ എം ഇൻറ്റു ആദ്യത്തെ എക്സ് 0 ആണ്, അപ്പോൾ തന്നെ ആ ടേം 0 ആയിപ്പോയി, വൈ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലസ് അവസാനത്തെ മാസ് എടുക്കുമ്പോൾ എം ഇൻറ്റു എക്സും 0 ആണ്, വൈയും 0 ആണ്. അതായത് പ്രോഡക്റ്റ് ടേം ഇവിടെ വരികയാണ്. അപ്പോൾ ഒറ്റ ടേം മാത്രമേ ഇവിടെ നിങ്ങൾ നോക്കൂ നോൺ 0 ആയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ പ്രോഡക്റ്റ് ടേംസും ഇതുപോലെ തന്നെ എന്തായി പോവും? 0 ആയി പോവും. ഐ എക്സ് വൈ ആൻഡ് ഓൾ പ്രോഡക്റ്റ് ടേംസ് 0. അപ്പോൾ നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ എന്ത് മാത്രമേ ഉള്ളൂ? ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് 2m a സ്ക്വയർ 0 0 0 2m a സ്ക്വയർ 0 0 0 2m a സ്ക്വയർ. ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ. ഓക്കെ, ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റത്തിന്റെ ഇനർഷ്യ ടെൻസർ തന്നിട്ടുണ്ട്. സിസ്റ്റം ഹാവിംഗ് ആൻ ഇനർഷ്യൽ ടെൻസർ വിച്ച് ഇസ് ഗിവൺ.
ഇതാണ് തന്നിരിക്കുന്നത്. ദ പ്രിൻസിപ്പൽ ആക്സിസ് ഇൻ XY പ്ലെയിൻ ലൈ അറ്റ്, അതായത് XY പ്ലെയിനിലുള്ള ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് എത്ര ഡിഗ്രി എക്സ് ആക്സിസുമായിട്ട് ചരിഞ്ഞു നിൽക്കുന്നു എന്നുകൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എല്ലും ഒമേഗയും പാരലായിട്ട് നിൽക്കുന്ന, ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്ന ആക്സിസ് ആണ്. മാത്തമെറ്റിക്കലി പറഞ്ഞാൽ ദേ ആർ ഐഗൻ വെക്ടേഴ്സ്. പ്രിൻസിപ്പൽ ആക്സിസ് ആർ ഐഗൻ വെക്ടേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇസഡിന്റെ വരുന്ന എല്ലാ ടേമുകളും 0 ആണ്, എക്സെപ്റ്റ് ഇസഡ്. അതിനർത്ഥം ദിസ് ഇംപ്ലൈസ് ഓൾ ദ ടേംസ്, ക്രോസ് ടേംസ് ഇൻക്ലൂഡിംഗ് ഇസഡ് ആർ 0, which means I is symmetric about z axis. I എന്താണ്? z ആക്സിസിൽ സിമെട്രിക് ആണ്. അതേസമയം നിങ്ങൾ നോക്കുക, ഇവിടെ എക്സ് സെഡ് എന്നോ ഇങ്ങനെ വല്ല ഒരു ടേം വന്നിരുന്നു എങ്കിൽ നമുക്ക് പറയാം എക്സ് ആക്സിസിലെ ഒരു റൊട്ടേഷൻ ഇസഡ് ആക്സിസിൽ ഒരു ആംഗുലർ മൊമെന്റം ഉണ്ടാക്കിയേനെ. ഇങ്ങനെ ഒരു ടേം എക്സിസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പറയാം എക്സ് ആക്സിസിലുള്ള റൊട്ടേഷൻ ഇസഡ് ആക്സിസിൽ ഒരു ആംഗുലർ മൊമെന്റം പ്രൊഡ്യൂസ് ചെയ്തേനെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, ഇവിടെ എല്ലാം 0 ആണ്. ഒക്കെ നമുക്ക് പറയാം ഇതൊരു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്, ഒരു ഇൻഡിപെൻഡന്റ് ആക്സിസ് ആണ്. ആര്? ഇസഡ് ആക്സിസ്. ഇസഡ് ആക്സിസ് ഈസ് ഇൻഡിപെൻഡന്റ് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് നോക്കാം ബാക്കി ഇത്രയും ടേമിന്റെ ഡയഗണൽ എലമെന്റ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ബാക്കി മെട്രിക്സിന് ഞാൻ എഴുതുകയാണ് 5 3 3 5. ഇത് ഏത് ടൈപ്പാണ്? എ ബി ബി എ ടൈപ്പ് മെട്രിക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? എ പ്ലസ് ബി, മറ്റൊരെണ്ണം എ മൈനസ് ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂ എന്തൊക്കെയായിരിക്കും? എ പ്ലസ് ബി 5 പ്ലസ് 3 8ഉം, എ മൈനസ് ബി 5 മൈനസ് ബി 5 മൈനസ് 3 2. അപ്പോ ബാക്കി വന്ന ആ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കിട്ടിയിരിക്കുന്നത് 2ഉം 8ഉം ആണ്. 2ഉം 8ഉം. അപ്പോ ഈ ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഈ മെട്രിക്സ് ഇസഡ് മെട്രിക്സുമായിട്ട് കപ്പിൾ ചെയ്യുന്നില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാം. അതുകൊണ്ട് ഓക്കെ, അപ്പോ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ സൈ ഈക്വൽ ടു ലാംഡ സൈ ഉപയോഗിക്കുക. എ സൈ ഈക്വൽ ടു ലാംഡ സൈ. ഓക്കെ, എന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ എ എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ് ആണ് അല്ലെ. എ അവർ മെട്രിക്സ് ഈസ് 5 3 3 5 ആയിരുന്നു. ഇവിടെ കൊടുക്കുക 5 3 3 5 സൈ എക്സ് വൈ ലാംഡ. ഞാൻ 2 എടുക്കുകയാണ്, എക്സ് വൈ. 2/2 മെട്രിക്സിന് ഒരൊറ്റ റിലേഷൻ കണ്ടുപിടിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 5x പ്ലസ് 3y ഈക്വൽ ടു 2x, അല്ലെങ്കിൽ 3y ഈക്വൽ ടു മൈനസ് 3x, അല്ലെങ്കിൽ പറയാം എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് പറയുന്ന റിലേഷൻ കിട്ടി. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് സൈ ഈക്വൽ ടു എക്സ് വൈ ആണ് അല്ലെ. എക്സ് വൈ. അപ്പോ എക്സിന് വരെ എക്സ് തന്നെ ഇടുക, വൈക്ക് വരെ മൈനസ് എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. സോ യു ഗെറ്റ് 1 മൈനസ് 1. നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് 1/√2 1 മൈനസ് 1 എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. ഇതാണ് ഒരു ഐഗൻ വെക്ടർ. ഞാൻ അതിനെ psi 1 എന്ന് കൊടുക്കുകയാണ്. ഒരു വെക്ടർ psi 1 is equal to 1/√2
1 മൈനസ് 1. ഇനി ലാംഡ ഈക്വൽ ടു 8 എന്ന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ ലാംഡയ്ക്ക് 8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5x പ്ലസ് 3y ഈക്വൽ ടു 8x എന്ന് കിട്ടും അല്ലേ? ഞാൻ അപ്പുറത്ത് എഴുതാം. ലാംഡ ഈക്വൽ ടു 8 ആണെങ്കിൽ എന്തായിരിക്കും? 5 3 3 5 psi xy ഈക്വൽ ടു ലാംഡ എക്സ് എക്സ് വൈ. ലാംഡ ഈക്വൽ ടു 8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5x പ്ലസ് 3y ഈക്വൽ ടു ലാംഡ 8 ആണ് 8x. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3x is equal to 3y or x is equal to y. അപ്പൊ നമ്മുടെ ഐഗൻ വെക്ടറിനെ psi2 എന്ന് ഞാൻ എഴുതുകയാണ്, which is xy which is equal to x. y എന്ന് പറഞ്ഞാൽ x തന്നെയാണ്. സോ 1 1 നമുക്ക് എഴുതാം. നോർമലൈസ് ചെയ്ത വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 1 1 ആയിരിക്കും. ഇനി ഇതിനെ എക്സ് വൈ പ്ലെയിനിൽ ഞാനൊന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് എക്സ്, ഇത് വൈ. 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ഇവിടെ 1 അല്ലേ? ഇവിടെ ഇവിടെ. അപ്പൊ ഇതാണ് ഒരു വെക്ടർ. മറ്റൊന്ന് 1 മൈനസ് 1 ആയിരുന്നു മറ്റേ വെക്ടർ. psi 1 എന്തായിരുന്നു? 1/√2 1 മൈനസ് 1 ആയിരുന്നു. അപ്പോൾ ആ വെക്ടർ ഇതാ ഇങ്ങോട്ട് വരും. 1 മൈനസ് 1 എന്ന് പറയുന്ന വെക്ടർ. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ 1 1 എന്ന് പറയുന്ന ഈ വെക്ടർ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. 1 മൈനസ് 1 എന്ന് പറയുന്ന വെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അപ്പോ ഈ പർട്ടിക്കുലർ വെക്ടേഴ്സ് ഐഗൻ വെക്ടേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ്, ഈ ഐഗൻ വെക്ടേഴ്സ് ആണ് പ്രിൻസിപ്പൽ ആക്സിസുകൾ. ഈ പ്രിൻസിപ്പൽ ആക്സിസുകൾ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? പ്ലസ് ഓർ മൈനസ് 45 ഡിഗ്രി ആയിരിക്കും. ഒന്ന് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് 45 അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 45 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിനെ കംപ്ലീറ്റ് വെക്ടർ ഫോമിൽ നമ്മൾ എഴുതണം. ഇതൊരു 3x3 മെട്രിക്സ് ആയതുകൊണ്ട് അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഗൻ വെക്ടേഴ്സ് നമുക്ക് പറയാം. ഐഗൻ വെക്ടേഴ്സ് ഈക്വൽ ടു ദേ ആർ 1/√2. ഒരെണ്ണം എന്താണ്? 1 1 0. 1/√2 1 മൈനസ് 1 0. ലാസ്റ്റ് ഇസഡ് ആക്സിസിൻ്റെത് 0 0 1 ഇതായിരിക്കും. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസുകൾ എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ബോഡിയെ ഈ ആക്സിസ് വഴി ഒന്നുകിൽ ഇസഡ് ആക്സിസ് അല്ലെങ്കിൽ ഈ ആക്സിസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഈ ആക്സിസ്, ഈ പ്രിൻസിപ്പൽ ആക്സിസ് വഴി, ഈ ആക്സിസ് വഴിയാണ് നമ്മൾ കറക്കുന്നതെങ്കിൽ അവിടെ സ്മൂത്ത് റൊട്ടേഷൻ നടക്കും. എല്ലും ഒമേഗയും പാരലലായിട്ട് നിൽക്കും എന്നർത്ഥം. ഓക്കെ, ഇനി വേറൊരു രീതിയിലും നമുക്ക് ഇതിന്റെ ആൻസർ പറയാം. ഇതൊരു സിമെട്രിക് ആയതുകൊണ്ട് നമുക്ക് 45 ഡിഗ്രിയാണ് അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും പറയാം. കാരണം ഈ വെക്ടേഴ്സ് എല്ലാം സിമെട്രിക് അല്ലേ, ഇതും. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയണമെങ്കിൽ ആ രീതിയിൽ അതിനെ പറയുന്നതിൽ തെറ്റില്ല. സിമെട്രിക് മെട്രിക്സിന്റെ ഐഗൻ വെക്ടേഴ്സ് എക്സ് ആക്സിസുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കും, അങ്ങനെ പറയാം. Okay, next question. 2 point masses M. They are located at x equal to a and x equal to minus a in x axis. ഇത് x axis ആണ്. അപ്പോൾ ഞാനിത് ഒറിജിൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റ് A0യും ഇതെന്താണ്? -A0 ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ അബൌട്ട് ഒറിജിൻ ഈ പോയിന്റിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ? ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പറയാം Ix ഇത് എക്സ് ആക്സിസിൽ നിൽക്കുന്നതുകൊണ്ട് ആ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ 0 ആയിരിക്കും. ഇഫ് മാസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ്
an axis, moment of inertia about that axis will be 0. മാത്തമെറ്റിക്കലി നമുക്ക് നോക്കാം. കാര്യം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഐ എക്സ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഐ എം ഐ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ ആണ്. ഇവിടെ എക്സ് ആക്സിസിൽ ഇരിക്കുമ്പോൾ അതിന്റെ വൈ കമ്പോണന്റും 0, ഇസഡ് കമ്പോണന്റും 0 ആണ്. അപ്പോൾ ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. ഇനി ഐ വൈ വൈ എടുത്തു കഴിഞ്ഞാൽ സമ്മേഷൻ ഐ എം ഐ എക്സ് ഐ സ്ക്വയർ പ്ലസ് ഇസഡ് ഐ സ്ക്വയർ. ആദ്യത്തെ മാസിനെ എടുക്കാം, എം ഇൻറ്റു അതിന്റെ എക്സ് കമ്പോണന്റ് എ ആണ്, സോ എ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ മാസ് എടുക്കാം, അതിന്റെ എക്സ് കമ്പോണന്റ് മൈനസ് ഐ ആണ് അതിന്റെ സ്ക്വയർ, സോ യു ഗെറ്റ് 2ma സ്ക്വയർ. ഐ ഇസഡ് ഇസഡ് എടുക്കുക, അപ്പൊ എന്ത് കിട്ടും? എം ഇൻറ്റു ഇക്വേഷൻ എന്താണ്? എം ഐ എക്സ് ഐ സ്ക്വയർ പ്ലസ് വൈ ഐ സ്ക്വയർ. എക്സ് ഐ വാല്യൂ ഉണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് മാസ് എ ആണ്, എ സ്ക്വയർ പ്ലസ് ഈ മാസ് എം ഇൻറ്റു മൈനസ് എ സ്ക്വയർ, സോ അതും 2ma സ്ക്വയർ എന്ന് തന്നെ കിട്ടി. ഇനി ഓഫ് ഡയഗണൽ ടേംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇരിക്കുന്ന എക്സ് ആക്സിസിലാണ് അല്ലെ, എക്സ് ആക്സിസിലായിരിക്കണേ. അപ്പൊ നമ്മൾ കണ്ടു വൈ ടേമും ഇസഡ് ടേമും എല്ലാം എന്താണ്? 0 ആണ്. അതുകൊണ്ട് ഓൾ ക്രോസ് ടേംസ് ഓർ പ്രോഡക്റ്റ് ടേംസ് എന്തായി പോവും? 0 ആയി പോവും. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ മാസ് ഡിസ്ട്രിബ്യൂഷന് എക്സ് ആക്സിസിനെ ബേസ് ചെയ്ത് നോക്കിയാൽ സിമെട്രി ഉണ്ട്, വൈ ആക്സിസിനെ ബേസ് ചെയ്ത് സിമെട്രി ഉണ്ട്. നിങ്ങളിതാ ഈ ഇസഡ് ആക്സിസിനെ ബേസ് ചെയ്ത് നോക്കിയാലും അപ്പുറം ഇപ്പുറം ഒരുപോലെ ഇരിക്കും, അതിന് സിമെട്രി ഉണ്ട്. അപ്പം ഈ ഡിസ്ട്രിബ്യൂഷന് കംപ്ലീറ്റ് സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഓഫ് ഡയഗണൽ ടേംസ് എല്ലാം 0 ആയി പോകും. അതുകൊണ്ട് നമ്മുടെ മെട്രിക്സ് നമ്മൾ എഴുതുമ്പോൾ ഐ എക്സ് എക്സ് അത് 0 ആയിരുന്നു, ഐ എക്സ് വൈ 2ma സ്ക്വയർ ആയിരുന്നു, ഐ ഇസഡ് ഇസഡും 2ma സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് വഴി റൊട്ടേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, റെസിസ്റ്റൻസ് കുറവെന്നാണ് അർത്ഥം. ഓക്കെ, നൗ നെക്സ്റ്റ് പ്രോബ്ലം. 3 equal masses m on z is equal to 0 plane. z equal to 0 plane എന്ന് പറഞ്ഞാൽ x y plane ആണ്. Sit at the vertices of an equilateral triangle of side A. Okay. The centroid is at the origin. Centroid of the equilateral triangle എവിടെയാണ്? ഒറിജിനിലാണ്. Then find I. അതായത് 3 മാസുകൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ വെർട്ടിസസിൽ വച്ചിട്ടുണ്ട്, അതിന്റെ സെൻട്രോയിഡ് ഒറിജിനിലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസർ? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും സെൻട്രോയിഡും തമ്മിൽ ബന്ധമുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് ഞാനിപ്പോ എ എന്ന് എടുക്കുകയാണെങ്കിൽ എല്ലാ എ ആയിരിക്കും അല്ലെ. അതിന്റെ സെൻട്രോയിഡ് ഓരോ വെർട്ടിസസിൽ നിന്നും സെൻട്രോയിഡിലേക്കുള്ള ദൂരം ഞാൻ 6 എന്ന് എടുത്താൽ ആ ദൂരം എല്ലാം സെയിം ആയിരിക്കും. ഇവിടെ ഞാൻ വരച്ചപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നു, എല്ലാം സെയിം ആയിരിക്കണം. ആ ദൂരം എന്ന് പറയുന്നത് ദാറ്റ് ഡിസ്റ്റൻസ് r is equal to a/√3 ആയിരിക്കും. ദ ഡിസ്റ്റൻസ് ഓഫ് ദ വെർട്ടിസസ് ഫ്രം ദി സെൻട്രോയിഡ് ഈസ് a/√3. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോ ഈ സിസ്റ്റത്തിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടി പറയുന്നത്, പ്രൊവൈഡഡ് ഈ സെൻട്രോയിഡ് എവിടെ ഇരിക്കുകയാണ്? ഒറിജിനിൽ ഇരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, എനിക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ഈ ട്രയാങ്കിളിനെ പ്ലേസ് ചെയ്യാം. എനിക്കിതാ ഇങ്ങനെ ഒരു ട്രയാങ്കിളിനെ കൊണ്ടുവയ്ക്കാം അല്ലേ, എനിക്കിതാ ഇങ്ങോട്ട് വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം, പല രീതിയിൽ ഇവിടെ എനിക്ക് ചരിച്ചും തിരിച്ചുമൊക്കെ വയ്ക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും മിനിമം കാൽക്കുലേഷൻസ് വരുന്ന രീതിയിൽ ഈ സിസ്റ്റത്തിനെ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മിനിമം കാൽക്കുലേഷൻ വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോ മിനിമം കാൽക്കുലേഷൻ വരണമെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് ആക്സിസ്. ഞാൻ ആദ്യത്തെ വെർട്ടിക്സിനെ ഇവിടെ വെച്ചു. ഇതാണ് സെൻട്രോയിഡ്. അപ്പൊ ഈ ദൂരമാണ് 6.
ഇനി അടുത്ത വെർട്ടിസസ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഇത് നിന്ന് അടുത്ത വെർട്ടെക്സിലേക്ക് പോകാൻ എത്ര ഡിഗ്രി തിരിയണം? 120 ഡിഗ്രി തിരിയണം. അപ്പൊ ഇവിടെ നിന്ന് 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വെർട്ടിസസിൽ എത്താം. അതായത് ഇവിടെ എവിടെയാണ് ഇത്രയും 90 പിന്നെ ഒരു 30 കൂടെ റൊട്ടേറ്റ് ചെയ്ത് അടുത്ത വെർട്ടിസസിൽ എത്താം. പിന്നെ ഒരു 120 തിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്തതിലെത്താം. അതായത് ഇവിടെ നിന്ന് ഒരു 120 തിരിയണം. ഇവിടെ ഒരു 30 ഉണ്ട്, ഇവിടെ ഒരു 60, ഇവിടെ നിന്നൊരു 60 കൂടെ തിരിയണം. ഇവിടെ അപ്പോ ഒരു സിമെട്രി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ രീതിയിൽ ആ ട്രയാങ്കിളിനെ പ്ലേസ് ചെയ്തു. ഇത് സെൻട്രോയിഡ്, ഇത് R1 ആദ്യത്തെ പൊസിഷൻ, ഇത് R2 രണ്ടാമത്തെ പൊസിഷൻ, ഇത് R3 മൂന്നാമത്തെ പൊസിഷൻ. ഇനി അത് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഉദ്ദേശം. R1 എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. കാര്യം ഇവിടെ നിന്ന് എക്സ് ആക്സിസിലേക്കാണ് ഞാൻ അതിനെ പ്ലേസ് ചെയ്തത്. കാര്യം വൈയും ഇസഡും 0 ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എനിക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കാം, പക്ഷെ അതിന് വൈ കമ്പോണന്റും ഇസഡ് കമ്പോണന്റും എല്ലാം വന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോ R1ന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ R0 0 ഇതാണ്. ഈ R എന്ന് പറഞ്ഞാൽ a/√3 ആണേ. ഇനി എനിക്കിത് കണ്ടുപിടിക്കണം അല്ലെ. ഇതും R തന്നെയാണല്ലോ, ഇത് R ആണ്. നിങ്ങൾ നോക്കുക, ഈ ആംഗിള് 30 ഡിഗ്രിയാണ്. ഇത് R ആണെങ്കിൽ അതിനെതിരെ കിടക്കുന്ന ഇത്രയും എന്ന് പറയുന്നത് R/2 ആയിരിക്കും. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് √3 R/2 ആയിരിക്കും. അതായത് 30:60:90 എന്ന് പറയുന്നത് 1:√3:2 അതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് R2 എന്ന് പറയുന്നത് അതിന്റെ എക്സ് കോർഡിനേറ്റ് നിങ്ങൾ നോക്കുക, ഇത്രയും ദൂരമല്ലേ എടാ, എന്താണ് R/2. വൈ കോർഡിനേറ്റ് എന്താടാ? √3 R/2 0. ഇവിടെ ഇടത്തോട്ടായതുകൊണ്ട് ഞാൻ ഇതിനെ -R/2 എന്ന് കൊടുക്കുന്നു. അതിന്റെ കോർഡിനേറ്റിന് -R/2. ഓക്കെ, ഇതുപോലെ എന്തും ചെയ്യാൻ എനിക്ക് ഇതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ കണ്ടുപിടിക്കാം. ഇതും R അല്ലേ? വെർട്ടെക്സിലേക്കുള്ള സെൻട്രോയിഡിൽ നിന്നുള്ള ദൂരം R ആണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഇതുണ്ടാക്കുന്ന ആംഗിളും 30 ഡിഗ്രിയാണ്. അപ്പൊ അത് R ആണെങ്കിൽ ഈ ദൂരം എന്ന് പറയുന്നത് R/2 ആയിരിക്കും. അപ്പൊ ഈ ദൂരം എന്തായിരിക്കും? R/2 √3 ടേംസ് ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ കോർഡിനേറ്റും എനിക്ക് കിട്ടി. അത് -R/2 -√3 R/2 0. അപ്പോ ഇത് മൂന്നുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സെൻട്രോയിഡിന്റെ പൊസിഷൻസ്. അപ്പൊ ഇവിടെയാണ് സെൻട്രോയിഡിന്റെ പൊസിഷൻ അല്ല, വെർട്ടിസസിന്റെ പൊസിഷൻസ്. അപ്പൊ ഇവിടെ എല്ലാം ഞാൻ മാസം കൊണ്ട് വെച്ചൊക്കെയാണ് അല്ലെ. M. എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ അലൈൻ ചെയ്യാം. ഞാൻ ആദ്യം ഇതിനെ ഈ രീതിയിൽ അലൈൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിമ്പിൾ ആയിട്ട് ഈ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ അലൈൻ ചെയ്തത്. നിങ്ങൾക്ക് വേറെ രീതി ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ ഒരു വെർട്ടെക്സിനെ കൊണ്ട് വൈയിൽ വയ്ക്കാം, എന്നിട്ട് അതിനെ ഷിഫ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കോർഡിനേറ്റുകൾ ഒന്നും കൂടെ എഴുതുകയാണ്. R1 എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി R0 0 ആണ്. R2 എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -R/2 √3 R/2 0 ആണ്. R3 എന്ന് പറയുന്ന കോർഡിനേറ്റ് -R/2 -√3 R/2 0 ആണ്. സിസ്റ്റത്തിന് സിമെട്രി ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. Ix x ഈക്വൽ ടു സമ്മേഷൻ I mi yi² + zi² ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് മാസ് ഇവിടെയാണ് ഇരിക്കുന്നത്, m ഇൻറ്റു അതിന്റെ വൈയും ഇസഡ് ടേമും 0 ആണ്. സോ 0² + 0² പ്ലസ് അടുത്ത മാസ് R2ലാണ് ഇരിക്കുന്നത്, അതിന്റെ വൈയും ഇസഡ് ടേമും 0 ആണ്. വൈ ടേം എന്ന് പറയുന്നത് √3 R/2 സ്ക്വയർ പ്ലസ് 0² ആണ്. അടുത്തത് ഇതാണ്
അതിൻ്റെതും എം ഇൻറ്റു വൈ ടൈം മൈനസ് √3r/2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ. കണ്ടുപിടിക്കുമ്പോൾ ഇത് 0 വരും. ഇതെന്താവും 3m ഇൻറ്റു 3r²/4 പ്ലസ് m ഇൻറ്റു 3r²/4 ദാറ്റ് ഈസ് 3/2mr². r എന്ന് പറഞ്ഞാൽ എന്താണ്? a/√3. r² എന്ന് പറഞ്ഞാൽ എന്താണ്? r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a²/3. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3/2 m ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ a²/3. സോ യു ഗെറ്റ് ma²/2. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുക? i/y കണ്ടുപിടിക്കുക. i/y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ i mi y വന്നാൽ xi² പ്ലസ്zi² അല്ലേ? ആറിന്റെ ടേമിൽ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സോ m ഇൻറ്റു ആദ്യത്തെ r1ന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ r0 0 ആണ്. yയും z ടേമും 0 ആണ്. അപ്പോൾ 0 എന്ന് വരും. പക്ഷെ അതിന്റെ എക്സ് ടേം അവിടെ ഉണ്ട്. ഇക്വേഷനിൽ x² ആണേ, സോറി. സോ m ഇൻറ്റു x², അതായത് r² പ്ലസ് അടുത്തത് r2-ലിരിക്കുന്ന മാസിൻ്റെത് കണ്ടുപിടിക്കണം. r2-ലിരിക്കുന്ന മാസം എന്ന് പറഞ്ഞാൽ r/2 മൈനസ് r/2 √3r/2 ആണ്, 0 ആണ്. അപ്പൊ m ഇൻറ്റു അവിടുത്തെ എക്സിന്റെ ടേം മൈനസ് r/2 സ്ക്വയർ ആണ്, ഇസഡിന്റെ ടേം 0 ആണ്. അപ്പൊ അത് എഴുതണ്ട. അടുത്തത് r3 നിങ്ങൾ എടുക്കുക. r3യെ സംബന്ധിച്ചിടത്തോളം അതും മൈനസ് r/2 പ്ലസ് മൈനസ് √3r/2 0 ആണ്. അപ്പൊ അതും m മൈനസ് r/2 ഹോൾ സ്ക്വയർ, അതായത് mr² പ്ലസ് mr²/4 പ്ലസ് mr²/4, അതായത് കാലും അര, അതായത് 3/2 mr² എന്ന് വരും. r² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a²/3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3/2 mr², r² എന്ന് പറഞ്ഞാൽ a²/3 ആണ്. സോ അതും എന്ത് കിട്ടി? ma²/2 എന്ന് കിട്ടി. ഓക്കെ. ഇനി നിങ്ങൾ നോക്കുക iz വിച്ച് ഈസ് സമ്മേഷൻ i mi. z ആകുമ്പോൾ xi² പ്ലസ് yi² ആണ് അല്ലെ? ആദ്യത്തെ ടേമിന്റെ കോർഡിനേറ്റ് r0 0 ആണ്. രണ്ടാമത്തതിൻ്റെത് r/2 √3r/2 0 ആണ്. മൂന്നാമത്തെ മാസിരിക്കുന്നത് മൈനസ് r/2 മൈനസ് √3r/2 0 ആണ്. തെറ്റിക്കാണ്ട് കൊടുക്കുക. m ഇൻറ്റു ആദ്യത്തെ എക്സ് ടേം മാത്രമേ ഉള്ളൂ, y 0 ആണ്. ഇപ്പൊ എളുപ്പമായി r² പ്ലസ് സെക്കൻഡ് മാസ് m ഇൻറ്റു അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? r/2 സ്ക്വയർ പ്ലസ് y കോർഡിനേറ്റ് ഇതാണ് √3/2 r സ്ക്വയർ. അതേപോലെ തന്നെയാണ് അടുത്ത ടേമിന്റെയും, മൈനസ് എന്നേ ഉള്ള വ്യത്യാസം. m ഇൻറ്റു മൈനസ് r/2 സ്ക്വയർ പ്ലസ് √3r/2 വിത്ത് നെഗറ്റീവ് സൈൻ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ mr² ആവും പ്ലസ് 2 ടൈംസ് m ഇൻറ്റു, കാര്യം രണ്ട് ടേം ഒരുപോലെയാണ്. ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? r²/4 പ്ലസ് 3r²/4 എന്ന് വെച്ചാൽ എന്താടാ? 4r²/4 എന്ന് പറഞ്ഞാൽ r² ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ r² ആണ് കിട്ടുന്നത്. സോ 2mr² എന്നായിരിക്കും അത് കിട്ടുന്നത്. എന്ത് കിട്ടി? 3mr². r² എന്ന് പറഞ്ഞാൽ എന്താണ്? a²/3. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3m ഇൻറ്റു a²/3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ma² എന്ന് കിട്ടും. iz എന്ന് പറഞ്ഞാൽ ma² ആണ്. ഓക്കെ. ഇനി ക്രോസ് ടേംസ് നിങ്ങൾ നോക്കുക. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക.
ഈ സിസ്റ്റത്തിന് സെൻട്രോയിഡ് എവിടെയാണ് ഇരിക്കുന്നത്? സെൻട്രോയിഡ് ഇരിക്കുന്നത് ഒറിജിനിലാണ് അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ഇരിക്കുന്നത്. സംതിങ് ലൈക്ക് ദിസ്. സെൻട്രോയിഡ് ഒറിജിനിലാണെങ്കിൽ ഈ സിസ്റ്റത്തിന് എന്തുണ്ടെന്ന് അർത്ഥം? സിമെട്രി. ഓക്കെ, അതായത് സിമെട്രി ഉള്ള സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആണ്. കാര്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സെൻട്രോയിഡിനെ ബേസ് ചെയ്തിട്ടാണ്. സെൻട്രോയിഡിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് ഈ സിസ്റ്റത്തിന് സിമെട്രി ഉണ്ട്. ഓഫ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഐ എക്സ് എക്സ് എത്രയായിരുന്നു? 2ma² ആയിരുന്നു. ബാക്കി ടേംസ് സീറോ. ഐ എക്സ് വൈ അതും 2ma² ആയിരുന്നു. ഐ എക്സ് സെഡ് എന്ന് പറയുന്നത് ma² ആയിരുന്നു. സോ ഇതാണ് നമ്മുടെ റിസൾട്ട്. അയ്യോ, 2ma² അല്ലായിരുന്നല്ലോ, ഹാഫ് ma². നമ്മൾ കണ്ടുപിടിച്ചത് അങ്ങനെയല്ലേ, ഹാഫ് ma². ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. ശരി, ഫൈൻഡ് ദ ഇനർഷ്യ ടെൻസർ അബൌട്ട് ദ വെർട്ടെക്സ് R1 ഇൻ ദി എബോവ് പ്രോബ്ലം. നേരത്തെ പ്രോബ്ലത്തില് R1 എന്ന് പറയുന്ന വെർട്ടെക്സിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? അതായത് നമ്മുടെ സിസ്റ്റം ഇങ്ങനെ ആയിരിക്കണേ. R1 എക്സ് ആക്സിസിലാണ് നമ്മൾ എടുത്തത്, y z. ഇവിടെ ഒരു വെർട്ടെക്സസ്, ഇവിടെ ഒരു വെർട്ടെക്സസ്. സോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സിസ്റ്റം ഇതായിരുന്നു നമ്മുടെ R1 അല്ലേ? ഇതായിരുന്നു നമ്മുടെ R1. അപ്പോൾ ഈ R1നെ ബേസ് ചെയ്ത് ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേറൊരു ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് കണ്ടുപിടിച്ചാൽ മതി? പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്താൽ മതി. ഐ എബൌട്ട് സം ആർബിട്രറി ആക്സിസ് ഞാൻ അതിനെ O എന്ന് എടുക്കുകയാണ്, which is equal to ICM plus total mass of the system into d square unit vector minus d transpose. d എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് വെക്ടർ ആണ്. ഷിഫ്റ്റ് വെക്ടർ അതായത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഇവിടെ സെൻട്രോയിഡ് അതായത് ഒറിജിൻ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോ d എന്ന് പറഞ്ഞ എന്തായിരിക്കും? R1 മൈനസ് RCM. ഈ ദൂരം R1 മൈനസ് RCM, ഇതിലേക്കുള്ള ദൂരമാണ് R1, ഇത് RCM. പക്ഷെ നമുക്കറിയാം RCM എന്ന് പറയുന്നത് ഒറിജിനിലാണ്, വിച്ച് ഈസ് 0 0. അപ്പോ നമുക്ക് എന്താ കിട്ടുന്നേ? d വെക്ടർ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് R1 വെക്ടർ ആയിട്ടാണ് കിട്ടുന്നത്. R1 വെക്ടർ എന്ന് പറഞ്ഞാൽ R0 0 വെക്ടർ. ഓക്കെ, ഈ R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് അവസാനം നമുക്ക് കൊടുക്കാം a/√3 ആണ്, അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ d എന്ന് പറയുന്ന വെക്ടർ നമ്മൾ എഴുതുമ്പോൾ R0 0 ആണ്. d അതിന് മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ട് തന്നെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ R0 0 ആണ്. ഓക്കെ, പിന്നെ ഇതിന് മറ്റ് കമ്പോണന്റുകളൊന്നുമില്ല. ഇതിവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു ടെൻസർ ആയതുകൊണ്ട് നമ്മൾ ആ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ എടുത്ത് എഴുതുമ്പോൾ, അത് ടെൻസ് വെക്ടർ ആക്കി എഴുതുമ്പോൾ d ഈക്വൽ ടു 3/3 ഫോമിൽ എഴുതുമ്പോൾ R0 0. ബാക്കി കമ്പോണന്റുകളെല്ലാം ഓൾറെഡി 0 ആണ്, അതുകൊണ്ട് 0 ആക്കി ഇട്ട് കൊടുക്കുക. മറ്റ് വെക്ടേഴ്സ് എല്ലാം d ട്രാൻസ്പോസ് എന്ത് തന്നെയാണ്, സെയിം ആണ്. R0 0 0 0 0 0 0 0. ഇപ്പൊ d ട്രാൻസ്പോസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും R² 0 0 0 0 0 0 ഇങ്ങനെ കിട്ടും അല്ലേ? ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ എഴുതാം. I ഈക്വൽ ടു ICM പ്ലസ് ടോട്ടൽ മാസ് ഇൻറ്റു d സ്ക്വയർ I
ഐഡന്റിറ്റി മെട്രിക്സ് മൈനസ് ഡി ഡി ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ടേം കാൽക്കുലേറ്റ് ചെയ്യാം. എം ഇൻറ്റു ഡി സ്ക്വയർ 1 മൈനസ് ഡി ഡി ട്രാൻസ്പോസ്. എം എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ മാസാ. ഇവിടെ എത്ര മാസം ഉണ്ട്? എം 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 3 സ്ഥലത്ത് വെച്ചൊക്കെയാണ് അല്ലെ. 3m ആണ് ടോട്ടൽ മാസ്. ഇൻറ്റു ഡി സ്ക്വയർ, അത് ഇത് തന്നെ ആയിരിക്കില്ല ഇതിന്റെ സ്ക്വയർ. അതായത് ഡി സ്ക്വയർ എടുക്കുമ്പോൾ ആർ സ്ക്വയർ 0 0 0 0 0 0 0 0 മൈനസ് ഡി സ്ക്വയർ ഇൻറ്റു 1 1 0 0 0 1 0 0 0 0 ഐഡന്റിറ്റി മെട്രിക്സ് മൈനസ് ഡി ഡി ട്രാൻസ്പോസ്. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആർ സ്ക്വയർ 0 0 0 0 0 0 0 0 ബ്രാക്കറ്റ് ക്ലോസ്. ദാറ്റ് ഈസ് 3m ഇൻറ്റു, ഇത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് മെട്രിക്സ് ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ 0 0 0 ആർ സ്ക്വയർ 0. കാര്യം ഈ ടേം കൂടെ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. 0 0 ആർ സ്ക്വയർ ഇതായിരിക്കും ഫസ്റ്റ് ഇതിനെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നത്. മൈനസ് ആർ സ്ക്വയർ 0 0 0 0 0 0 0 0. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം ഇൻറ്റു ഡി സ്ക്വയർ ഐഡന്റിറ്റി മൈനസ് ഡി ഡി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 3m ഇൻറ്റു, ഇവിടെ നിങ്ങൾ നോക്കുക, ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടൈമേ ഉള്ളൂ. 0 0 0 0 ആർ സ്ക്വയർ വരും അല്ലേ ബാക്കി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ. സോ ആർ സ്ക്വയർ ആർ 0 0 0 ആർ സ്ക്വയർ ഇത്രയും വരും. ഇനി നമുക്ക് ഐ കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ICM നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ICM കണ്ടുപിടിച്ചായിരുന്നു. മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് സെന്റർ ഓഫ് മാസ്. അതെന്തായിരുന്നു? ½ ma². ഓക്കെ, ഇനി a സ്ക്വയർ 0 0 0 ½ ma² 0 0 0 ma². ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a²/3 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. അപ്പോ I എബൌട്ട് R1 അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിച്ച് ഈസ് R1 എന്ന് പറയുന്ന പോയിന്റിൽ കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ICM പ്ലസ് m ഇൻറ്റു ഡി സ്ക്വയർ I മൈനസ് ഡി ഡി ട്രാൻസ്പോസ് ആണ്. അതായത് ½ ma² 0 0 0 ½ ma² 0 0 0 ½ ma² പ്ലസ് ഇത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 3m ഇൻറ്റു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആർ സ്ക്വയറിന് വരെ a²/3 0 0 0 a²/3 0 0 0 a²/3. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ICM ഈക്വൽ ടു ½ ma². ഇവിടെയും ടേം ഇല്ല, ഇവിടുത്തെ ടേം എന്താണ്? ½ ma² പ്ലസ് 3m ഇൻറ്റു a²/3 അല്ലേ. ടേം 0 0 0. ഇവിടെ എന്താണ്? ma² പ്ലസ് 3m ഇൻറ്റു a²/3. ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മെട്രിക്സ് ആയിട്ട് കിട്ടുന്നത്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ½ ma² 0 0 0 ½ ma²ഉം ma² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 ma² ആവും. 0 0 0. ഇവിടെയും 3 ക്യാൻസൽ ചെയ്യും.
2ma². ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ആ പർട്ടിക്കുലർ ആക്സിസ് വഴി റൊട്ടേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടി. അതായത് ഒറിജിൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. കാര്യം മാസ് ഡിസ്ട്രിബ്യൂഷൻ ഈ പർട്ടിക്കുലർ ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ എടുത്തിരിക്കുന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അതിന്റെ ആക്സിസ്, ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ദൂരത്താണ്, അതുകൊണ്ട് തന്നെ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ത് ചെയ്തു? കൂടി. സെൻട്രോയിഡിനെ അപേക്ഷിച്ച് ഈ പോയിന്റിന് വെച്ച്, ഈ ആക്സിസിനെ വെച്ച് നോക്കുമ്പോൾ മാസ് വളരെ ദൂരത്ത് നിൽക്കുന്നതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ വഴി മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കേണ്ട രീതി. നമ്മൾ കൂടുതൽ പ്രോബ്ലംസും അഡ്വാൻസ്ഡ് പ്രോബ്ലംസും എല്ലാം വരുന്ന സെഷൻസിൽ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് സെഷൻസിൽ നമ്മൾ എങ്ങനെ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്ത് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുമെന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.